IPL-ൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെയാണ് നേരിടുന്നത്. രണ്ട് ടീമുകളെ സംബന്ധിച്ചും പ്ലേ ഓഫിനുള്ള മത്സരത്തിൽ ഇന്നത്തെ വിജയം നിർണായകമാണ്. പ്രത്യേകിച്ച് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ടൂർണമെന്റിലേക്കുള്ള തിരിച്ചുവരവിനായി ഇന്നത്തെ വിജയം അവരെ സംബന്ധിച്ച് അതിനിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന്റെ സമഗ്രമായൊരു പ്രിവ്യൂ ആണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്താണ് ഋഷഭ് പന്തിന് കീഴിൽ ലക്നോ സൂപ്പർ ജയൻസ് ഉള്ളത്. സീസണിൽ ആദ്യ 7 കളികളിൽ 2 വിജയം മാത്രമുള്ള രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. സൺറൈസേഴ്സ് ഹൈദരാബാദും ചെന്നൈ സൂപ്പർ കിങ്സും മാത്രമാണ് രാജസ്ഥാന് പിന്നിലുള്ളവർ. കഴിഞ്ഞ സീസണിൽ ആദ്യ 7 കളികളിൽ 6ലും വിജയിച്ച രാജസ്ഥാൻ ഇത്തവണ ആദ്യ 7 കളികളിൽ 5ലും തോൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവശേഷിക്കുന്ന 7 കളികളിൽ ജയിച്ചാൽ മാത്രമാണ് രാജസ്ഥാന് പ്ലേ ഓഫ് സാധ്യതകളുള്ളത്. ഇനിയുള്ള ഓരോ തോൽവിയും രാജസ്ഥാന് പ്ലേ ഓഫ് സ്ഥാനം അകലെയാക്കുമെന്നതിനാൽ തന്നെ ഇനിയൊരു തോൽവിയെപ്പറ്റി ചിന്തിക്കാൻ പോലും രാജസ്ഥാനാവില്ല. തുടർച്ചയായി 3 മത്സരങ്ങളിൽ തോറ്റിറങ്ങുന്ന രാജസ്ഥാന് ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ അവൈലബിലിറ്റിയും ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റ് റിട്ടയർഡ് ഹർട്ടായ സഞ്ജുവിന് പിന്നീട് സൂപ്പർ ഓവറിലും ബാറ്റിംഗിന് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. സഞ്ജു ഇന്നത്തെ മത്സരത്തിൽ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. സഞ്ജു ഇന്നത്തെ മത്സരത്തിലും കളിക്കില്ല എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ തന്നെയാണ് കാണുന്നത്. സഞ്ജുവിന്റെ അഭാവത്തിൽ ഒരിക്കൽ കൂടി റിയാൻ പരാഗ് ആയിരിക്കും ഇന്ന് ടീമിനെ നയിക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ യുവ ബാറ്റിംഗ് സെൻസേഷനായ വൈഭവ് സൂര്യവംശി സഞ്ജുവിന് പകരം ഓപ്പണിംഗിലേക്ക് ടീമിനു വേണ്ടി എത്തുമെന്നും പുതിയ റിപ്പോർട്ടിൽ ESPN ക്രിക്കറ്റ് പറയുന്നുണ്ട്. ജയ്സ്വാൾ ഫോമിലേക്ക് മടങ്ങിയെത്തിയത് തന്നെയാണ് ടീമിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വാർത്ത. ഡൽഹിക്കെതിരായ മത്സരത്തിൽ ഒരിക്കൽ കൂടി നിതീഷ് റാണ ഫോമായതും ടീമിനെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്നാൽ റിയാൻ പരാഗിന്റെയും അതുപോലെ തന്നെ മധ്യനിരയിലുള്ള മറ്റു ബാറ്റർമാരുടെയും ഫോം ടീമിനെ സംബന്ധിച്ച് ആശങ്ക നൽകുന്നതാണ്. ഡൽഹിക്കെതിരായ മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെ സഞ്ജു ബാറ്റിംഗിൽ തിളങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ അഭാവം ഇന്ന് രാജസ്ഥാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായി മാറും. മറുഭാഗത്ത് ലക്നൌവിന്റെ പ്ലേയിങ് 11ലേക്ക് പരിക്കുമാറി മായങ്ക് യാദവ് തിരിച്ചെത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ശാർദുൽ ഠാക്കൂർ, ആവേശ് ഖാൻ, ദിഗ്വേഷ് റാത്തി, രവി ബിഷ്ണോയ് എന്നിവരടങ്ങുന്ന ബോളിംഗ് നിര തീർച്ചയായിട്ടും രാജസ്ഥാന് കനത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. രാജസ്ഥാന്റെ ബോളിംഗ് ലൈനപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജോഫ്ര ആർച്ചർ ഫോമിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും സന്ദീപ് ശർമ്മ ഒഴികെ മറ്റൊരു ബോളർമാർക്കും റണ്ണുകൾക്ക് നിയന്ത്രിക്കാനായി സാധിക്കുന്നില്ല. തുഷാർ ദേശ്പാണ്ഡെയും മഹേഷ് ദീക്ഷണയും വിക്കറ്റ് നേടുന്നുണ്ടെങ്കിലും കൂടുതൽ റൺസ് വിട്ടുകൊടുക്കുന്നത് ടീമിനെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും തിരിച്ചടിയായി മാറുന്നുണ്ട്. അവസാന മത്സരത്തിൽ ചെന്നൈയോട് തോറ്റെങ്കിലും 7 കളികളിൽ 4 ജയം നേടിയ ലക്നൌ രാജസ്ഥാനേക്കാൾ മികച്ച നിലയിൽ തന്നെയാണ്. നിക്കോളാസ് പൂരാനും മിച്ചൽ മാർഷും നടത്തുന്ന വെടിക്കെട്ട് തടയാനായില്ലെങ്കിൽ തീർച്ചയായിട്ടും രാജസ്ഥാൻ മറ്റൊരു തോൽവിയെ തന്നെ നേരിടേണ്ട അവസ്ഥയായിരിക്കും ഇന്നുണ്ടാവുക. ഇരു ടീമുകളുടെയും ഇന്നത്തെ മത്സരത്തിനുള്ള പ്ലേയിങ് 11 ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഭാഗത്തു നിന്നും എഡൻ മാർക്രം, മിച്ചൽ മാർഷ്, നിക്കോളാസ് പൂരാൻ, ഋഷഭ് പന്ത്, ആയുഷ് ബഡോണി, ഡേവിഡ് മില്ലർ, അബ്ദുൾ സമദ്, ശാർദുൽ ഠാക്കൂർ, ആവേശ് ഖാൻ, മായങ്ക് യാദവ്, ദിഗ്വേഷ് റാത്തി, രവി ബിഷ്ണോ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് 11ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ അല്ലെങ്കിൽ വൈഭവ് സൂര്യവംശി, നിതീഷ് റാണ, റിയാൻ പരാഗ്, ധ്രുവ് ജൂറൽ, ഷിംറോൺ ഹെറ്റ്മേയർ, വാനിന്ദു ഹസരംഗ, ജോഫ്ര ആർച്ചർ, മഹേഷ് ദീക്ഷണ, സന്ദീപ് ശർമ്മ, തുഷാർ ദേശ്പാണ്ഡെ അല്ലെങ്കിൽ ആകാശ് മധ്വാൾ, കുമാർ കാർത്തിയ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.